വിശുദ്ധമായ ഖുർആനിലെ 20-ാമത്തെ അധ്യായം 135 ആയത്തുള്ള സൂറത്ത്. ആ സൂറത്തിൻ്റെ പേര് സൂറത്തു ത്വാഹ എന്നാണ്. നമ്മളൊക്കെ അത് കേട്ടിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ഓതിയിട്ടുണ്ട്. പലരും ഓതിയിട്ടുള്ളത് ഈ ഖത്തുമുൽ ഖുർആൻ അല്ലേ, ഖത്തം തീർക്കുമ്പോൾ ഓതിപ്പോകുന്ന ഒരു സൂറത്ത് ത്വാഹ. പക്ഷെ അങ്ങനെയല്ല. സൂറത്തു ത്വാഹയുടെ ഈ പറയുന്ന മഹത്വങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയാൽ സൂറത്തു ത്വാഹ ഓതാത്തൊരു ദിവസം ഉണ്ടാവില്ല. 135 ആയത്തേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് സൂറത്തു ത്വാഹ അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്വാഹ എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. ത്വാഹ എന്ന് പറഞ്ഞാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പേരാണ്. അപ്പം നബിതങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നാമകരണം ചെയ്യപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു ത്വാഹ. ഇതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാം, മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സ്വയമായി ഓതിയിട്ടുള്ള സൂറത്താണ് സൂറത്തു ത്വാഹ. ഇതിൻ്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ ഒരുപാട് മഹത്വം കാണാം. നബിതങ്ങൾ പറയുന്നു, മൻ ഖറഅ ത്വാഹ, ഒരാൾ ത്വാഹ എന്ന സൂറത്ത് ഓതിയാൽ ഉഅ്തിയ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനിക്ക് നൽകപ്പെടും സവാബൽ മുഹാജിരീന വൽ അൻസ്വാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ മുഹാജിരീങ്ങളുമുണ്ട്, അൻസ്വാരിങ്ങളുമുണ്ട്. മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ നബിയുടെ കൂടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്ത് പാലായനം ചെയ്തു വന്നവരാണ് മുഹാജിരീങ്ങൾ. അൻസ്വാരിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നബിയും സ്വഹാബിമാരും കടന്നു വന്നപ്പോൾ മദീനയിൽ വെച്ച് ഇവരെ സ്വീകരിച്ചവരാണ് അൻസ്വാരിങ്ങൾ. അപ്പോൾ ഈ മുഹാജിരീങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അൻസ്വാരിങ്ങൾക്കും ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ മുഹാജിരീങ്ങൾക്കും അൻസ്വാരിങ്ങൾക്കും രണ്ടു കൂട്ടർക്കും കിട്ടുന്ന പ്രതിഫലമാണ് അല്ലാഹു തആല ഈ സൂറത്ത് ഓതുന്ന ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ സൂറത്തിൻ്റെ ഒരു നേട്ടമാണ് ഇത്.